അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്, തന്തൂരി ചിക്കൻ മന്തി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വന്നത് ഒരു മന്തി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. 1/2 kg ബസ്മതി റൈസ്. പിന്നെ ചിക്കന് 1 കിലോ ചിക്കന് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈര് 1 ടേബിൾ സ്പൂൺ. പിന്നെ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഇതുപോലത്തെ 2 ക്യൂബ് 1/2 കപ്പ് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം. നല്ല ജീരകം 1/2 ടീസ്പൂൺ. വലിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. തന്തൂരി ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഒരു നാരങ്ങ, 3 പച്ചമുളക്. തക്കാളി 1 എണ്ണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ തന്തൂരി ചിക്കന് ഉണ്ടാക്കുന്നതിൻ്റെ മാരിനേഷൻ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മസാലകളെല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ ഇടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തന്തൂരി ചിക്കൻ മസാല ഇട്ടു. പിന്നെ ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, കുരുമുളക് പൊടി, മുളക് പൊടി, ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് പറഞ്ഞത്. അതിൽ 1 ടേബിൾ സ്പൂൺ നമ്മളിവിടെ മാരിനേഷൻ എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ വേണം. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ സ്റ്റോക്കിൻ്റെ അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഫുള്ള് ഇടുന്നില്ല. തൈര്, പിന്നെ നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ കുരു കളയണം. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അതിനുള്ള മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തന്തൂരി ചിക്കൻ മസാലയുടെ മാരിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നിങ്ങൾക്ക് തന്തൂരി ചിക്കൻ മാത്രമാണ് ഉണ്ടാക്കേണ്ടതെങ്കിലും ഈ സെയിം പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതെല്ലാം കുറച്ച് ഒരു 3-4 പീസസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്ന ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ അധിക റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം മന്തിയുടെ റൈസ് പ്രത്യേകം നമ്മൾ അതിൻ്റേത് ഇങ്ങനെ റൈസ് വിട്ട് നിൽക്കലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ റൈസ് നമ്മുടെ മന്തി ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഗ്രില്ലാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ എല്ലാം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി, ക്യാപ്സിക്കം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കന് ഫുൾ വേവേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്കാവുമ്പോൾ തന്നെ നമുക്കത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസും ഒരു 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ റൈസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമ്മൾ പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം നേരത്തെ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് മേലെ. പിന്നെ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് മന്തിയുടെ റൈസിൽ ഉണ്ടാകുന്ന പോലെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് മുകളിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്മോക്കിൻ്റെ ആ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. നമ്മളത് സ്മോക്ക് ചെയ്യാണ്ട് അപ്പോൾ നടുഭാഗം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിൽ ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് അതുപോലെ അതിലിപ്പോഴും തീയുണ്ട്, അത് നന്നായിട്ട് ചൂടായിട്ട് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്മോക്ക് വരും. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. മുകൾ ഭാഗവും അടിഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തന്തൂരി ചിക്കൻ മന്തി. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ നമ്മൾ ഈ സോസുകളെല്ലാം കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.